ഭഗവത്ഗീത എന്ന് പറയുന്നത് തളർന്ന ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അവനവൻ്റെ കഴിവിനെക്കുറിച്ച് ബോധമില്ലാതെ തളർന്നു പോയ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ്, ഒരു മഹത്തായ കൃതിയാണ്. ഭഗവാന്റെ ഉപദേശങ്ങളാണ് ഭഗവത്ഗീത. ഭഗവാൻ നേരിട്ട് പറഞ്ഞതാണ്. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉപദേശം കൊടുത്തതാണ് ഭഗവത്ഗീത. അത് സർവ്വ വേദാർത്ഥ സാര സംഗ്രഹവുമാണ്. അപ്പം അതുകൊണ്ട് അർജുനൻ തളർന്നു. നമ്മളും പലപ്പോഴും ജീവിതത്തിൽ തളരും. എത്ര കഴിവുള്ള ആളാണെങ്കിലും, എത്ര പ്രശസ്തനായ, എത്ര കഴിവുള്ള, എത്ര കോടീശ്വരനായ റോയ് ആണെങ്കിലും ഒരു നിമിഷം തളരും. ആ തളരുന്ന ആ നിമിഷം അവിടെയാണ് ഭഗവത്ഗീത ഉദയം ചെയ്യേണ്ടത്. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയം യച്യുത എന്ന് പറഞ്ഞ് രണ്ട് സേനയുടെയും നടുക്ക് രഥം കൊണ്ട് നിർത്തിയതിന് ശേഷം അർജുനൻ ഈ അണിനിരന്ന ആളുകളെ നോക്കിയിട്ട് സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസ്യതേ ഹസ്താൻ ത്വക്ചൈവ പരിദഹ്യതേ നജ ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ചമേ മനഃ. ഗാണ്ഡീവം, ഒരു യോദ്ധാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഗാണ്ഡീവം. അത് താഴെ വീഴുക എന്ന് പറഞ്ഞാൽ ആ യോദ്ധാവ് പരാജയപ്പെടുകയാണ്. പക്ഷേ ആ നിമിഷം മുതലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്.